ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാർജാരാസന, ക്യാറ്റ് പോസ് ആണ്. മാർജാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ച എന്നാണ്. അപ്പോൾ പൂച്ചയുടേതുപോലെയുള്ള സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആസനയാണ്. ഇതിൻ്റെ പല വേരിയേഷൻസും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ഹെൽപ്ഫുള്ളായിട്ടുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ മാർജാരാസനയുടെ ബെനിഫിറ്റ്സ് പറയാം. മാർജാരാസനയുടെ ബെനിഫിറ്റ്, ഈ നട്ടെല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അതായത് ബാക്ക് പെയിന്, നട്ടെല്ലിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് മാർജാരാസന. പുറം വേദന, അതുപോലെ കഴുത്ത് വേദന എന്നീ ഭാഗങ്ങൾക്കൊക്കെ വേദനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവിടെയൊക്കെ ഒരു അയവ് വരുത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വയറിൻ്റെ ആ ഭാഗങ്ങളിലെ പേശികൾക്കൊക്കെ നന്നായി ഒരു മൂവ്മെൻറ്റ്സ്, അതേപോലെ ഒരു മസാജിങ് കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മാർജാരാസന. അടുത്തത് പറയാനുള്ളത്, ഈ അരക്കെട്ടിൻ്റെ ഭാഗം, അതുപോലെ തോളുകൾ, കഴുത്ത്, അവിടുത്തെയൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മാർജാരാസന. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന ഒന്നാണ് മാർജാരാസനം. ഇത് ഈ 40+ ആയിട്ടുള്ള ആളുകൾ, 40 വേണ്ട, ഒരു 30+ ആയിട്ടുള്ള ആളുകളൊക്കെ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ബ്രീത്ത് റൂൾ അനുസരിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ബെനിഫിറ്റ് ആകുന്ന ഒന്നാണിത്. ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേയധികം കഠിനമായ കൈമുട്ടിനൊക്കെ പരിക്കുള്ള ആളുകൾ, അതുപോലെ നട്ടെല്ലിന് പരിക്കുള്ള ആളുകൾ, അവർക്കൊന്നും ഇത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ മുട്ട് കുത്തി നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് വരുന്നത് കൈകളിലേക്കും, സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ബാക്ക് നട്ടെല്ലിൻ്റെ ഭാഗത്തേക്കുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്ത് ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലത്തിനേക്കാൾ ഉപരി ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഇത് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇനി എങ്ങനെയാണ് മാർജാരാസന ചെയ്യുന്നത്, അതിൻ്റെ വേരിയേഷൻസും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കാലുകൾ മടക്കിക്കൊണ്ട് വജ്രാസനത്തിലിരിക്കാം. കൈകൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മുട്ടുകുത്തി നിന്ന് കംഫർട്ടായിട്ട് കൈകൾ കുത്തി നിൽക്കുക. ബ്രീത്ത് ഇൻ ചെയ്ത് മുകളിലേക്ക് നോക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്ത് താഴേക്ക്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുറത്തിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. പുറം മുകളിലേക്ക് ഒരു റാ ഷേപ്പിൽ ഉയർന്നു വരണം നമ്മുടെ അടിയിലേക്ക് ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു ചാല് പോലെ പുറത്തിന് കൊണ്ടുവരാനും പറ്റണം മുകളിലേക്ക് നോക്കുന്ന സമയങ്ങളിൽ. ഇതാണ് ഒന്നാമത്തേത്. ഇത് ക്യാറ്റ് ആൻഡ് കൗ പോസ് എന്നാണ് ഇതിന് പറയുക. മാർജാരാസന മാത്രമല്ല, ക്യാറ്റ് ആൻഡ് കൗ വരുന്നുണ്ട്. അടുത്തത് വ്യാഘ്രാസന എന്ന് പറയും. ഇതിൻ്റെ ഒരു വേരിയേഷൻ തന്നെയാണിത്. കാല് ബാക്കിലേക്കായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത്. ഇത് ഇടുപ്പിൻ്റെ ഭാഗത്തേക്കൊക്കെ നല്ല സ്ട്രെച്ചിങ് കിട്ടുന്നതിനും അവിടെയുള്ള ഒരുപാട് പേശികൾക്ക് പെയിൻ റിലീഫിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വ്യാഘ്രാസന. കാല് മടക്കിക്കൊണ്ട് ഒന്നും കൂടെ ആ ബാക്കിൻ്റെ ആ ഭാഗമൊക്കെ, നട്ടെല്ലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഫ്ലെക്സിബിലിറ്റി ആക്കാനും, അതുപോലെ അവിടേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷനും ഒപ്പം അവിടെ നല്ല അയവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്ചർ. ഇതൊരു ബാലൻസിങ് ആണ്. വലത് കൈയും ഇടത് കാലും ആ ഒരു പോസ്ചറിലാണ് വരുന്നത്. ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യാം. ഇതും
പുറം ഭാഗത്തേക്കും കൈയിൻ്റെ ഷോൾഡർ ഭാഗത്തേക്കും എല്ലാ ഭാഗങ്ങളും സ്ട്രെച്ചിങ്ങും ഒക്കെ കിട്ടുന്നതിന് ഈ ഒരു ആസന ഹെൽപ്പ് ചെയ്യും. യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.